കഴിഞ്ഞ ദിവസം വലിയ സർപ്രൈസിംഗ് ആയ ഒരു വാർത്തയാണ് എത്തിയത്. ഫാസിൽ എന്ന സംവിധായകൻ വീണ്ടും സിനിമാ രംഗത്തേക്ക് എത്താൻ പോകുന്നു. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ വരുന്നു എന്നത്. പക്ഷേ അതിൽ കൂടുതൽ അതിശയിപ്പിച്ചത് മണിച്ചിത്രത്താഴ് എന്ന സിനിമ ഒരുക്കിയ അതേ മേക്കേഴ്സ് ഒന്നിക്കുമ്പോൾ എന്ന കൗതുകമാണ്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രം ഒരുക്കിയ മധുമുട്ടം എന്ന തിരക്കഥാകൃത്തും ഫാസിലും വീണ്ടും മലയാള സിനിമയിൽ ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു. ഈ ഒരു വാർത്ത പല പ്രേക്ഷകരെയും അതിശയിപ്പിച്ചു. കാരണം അടുത്തിടെ ഫാസിൽ തിരിച്ചു വരുന്നു സിനിമാ മേഖലയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം എത്തുന്നു എന്നതായിരുന്നു വലിയ വാർത്തയായത്. ഹരികൃഷ്ണൻസ് എന്ന സിനിമയുടെ രണ്ടാം പാർട്ട് ഉണ്ടാകും എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിനായി ഫാസിലിന്റെ വീട്ടിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചർച്ചയ്ക്കായി എത്തി എന്ന വിവരങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ച ഒന്നാണ്. വലിയ ട്രേഡ് അനലിസ്റ്റുകളൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. ഫാസിലിന്റെ വീട്ടിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തി ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് എന്ന രൂപത്തിലായിരുന്നു വാർത്തകൾ എത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ ഫാസിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഫാസിലും മധുമുട്ടവും ഒന്നിച്ച് ഒരു സിനിമ എത്താൻ പോകുന്നു എന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ഫാസിൽ. മണിച്ചിത്രത്താഴ്, നോക്കത്താത്തുരുത്ത് കണ്ണും നട്ട്, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ് തുടങ്ങി നിരവധി മികച്ച ചിത്രങ്ങളാണ് ഫാസിന്റേതായി മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഹേമന്ത് മേനോൻ, ശിവദ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 2011 പുറത്തിറങ്ങിയ ലിവിംഗ് ടുഗദറാണ് ഫാസിന്റേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം. അതേസമയം ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ തിരക്കഥാരചന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്ത. എന്നെന്നും കണ്ണേട്ടൻ, മണിച്ചിത്രത്താഴ്, ഹരികൃഷ്ണൻസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ മധുമുട്ടമാണ് ഫാസിലിന്റെ പുതിയ ചിത്രത്തിന്റെ സഹരചയിതാവ്. 75-ാം വയസ്സിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ സമകാലിക സിനിമയെപ്പറ്റി നല്ല ധാരണ വേണം. തിയേറ്ററിലെ ആദ്യ പ്രേക്ഷകരായ ചെറുപ്പക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടണം എന്നതാണ് OTT കാലത്തെ വലിയ വെല്ലുവിളി. അവരാണ് കുടുംബങ്ങളെ തിയേറ്ററിൽ എത്തിക്കേണ്ടത്. യുവജനങ്ങൾ ലിഫ്റ്റ് ചെയ്ത സിനിമ ആഘോഷിക്കാൻ കുടുംബങ്ങൾ വരുന്നു എന്നതാണ് സത്യം. ചിത്രത്തിൽ ഒരു ചാൻസ് തരണമെന്ന് ഫഹദ് മധുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഫാസിൽ പറഞ്ഞത്. എന്തായാലും പുതിയ ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതേക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല ഫാസിലും. കുറച്ചാൾക്ക് മുമ്പ് ഇങ്ങനൊരു സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ എത്തിയതുകൊണ്ടാണ് പറയുന്നത്. കൂടാതെ ഫഹദ് മധുവിനോട് ചാൻസ് ചോദിച്ചു എന്ന് പറയുമ്പോൾ ഫഹദ് ആയിരിക്കത്തില്ല നായകനെന്നാണ് മനസ്സിലാക്കേണ്ടതും. മോഹൻലാലും മമ്മൂട്ടിയും എത്താൻ പോകുന്ന ചിത്രത്തിൽ ഫഹദും എത്തിയേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. എന്നാൽ ഇതൊന്നും ഉറപ്പിക്കാറായിട്ടില്ല. ഫാസിലിന്റെ ഒരു ചിത്രം വരുന്നു. മധുമുട്ടം സഹരചയിതാവാണ്. ഒരു ഗംഭീര ചിത്രം പ്രതീക്ഷിക്കാമെന്ന് തന്നെ കരുതാം. ഫാസിലും അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ അതിശയിപ്പിക്കുന്ന വാർത്തയെ തന്നെ മാറിയിരിക്കുകയാണ്.